നമസ്കാരം. രാഷ്ട്രീയ സ്വയംസേവക സംഘം എൻ്റെ ജന്മശതാബ്ദി നിറവിലാണ്. ഈ സമയത്ത് 1925 രൂപീകൃതമായ സംഘം 2025 വിജയദശമി മുതൽ 2026 വിജയദശമി വരെ നീണ്ടു നിൽക്കുന്ന ശതാബ്ദി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ഈ വിജയദശമിക്ക് ശേഷം ആദ്യം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്നത് ഒക്ടോബർ 5 മുതൽ നടക്കുന്ന മഹാസമ്പർക്കമാണ്. ഭാരതത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ വീടുകളും സമ്പർക്കം ചെയ്യണമെന്നാണ് ഈ സമ്പർക്കത്തിൻ്റെ ലക്ഷ്യം. ഇത് ആദ്യമായല്ല സംഘം ഇങ്ങനെ വലിയ സമ്പർക്ക പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. ഇതിനു മുൻപ് പല ഘട്ടങ്ങളിലായി ഭാരതം മുഴുവൻ നാം സമ്പർക്കം നടത്തിയിട്ടുണ്ട്. അങ്ങനെ മുൻകാലങ്ങളിൽ നടന്ന സമ്പർക്ക പ്രവർത്തനങ്ങൾ ഓർത്തെടുക്കുകയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ള ശ്രീ CG കേശവൻ ചേട്ടൻ. കേശവേട്ടൻ 1984 മുതൽ 1992 വരെ സംഘത്തിൻ്റെ പ്രചാരകമായി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്കമാലി താലൂക്കിൽ അങ്കമാലി ഖണ്ഡിലെ കുന്നപ്പള്ളി ശാഖ സ്വയംസേവകാണ് അദ്ദേഹം. ഒരു ബിസിനസ് ചെയ്യുന്നു. ഈ ഓർമ്മയിലേക്ക് കേശവേട്ട സ്വാഗതം. നമസ്കാരം. നമ്മൾ 1975 ശരിക്കും സംഘത്തിൻ്റെ 50ാം ജന്മവർഷം ആഘോഷിക്കേണ്ടതായിരുന്നു. പക്ഷെ ആ സമയത്താണ് അടിയന്തരാവസ്ഥ വന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. പിന്നീട് എങ്ങനെയാണ് നമ്മുടെ കൂടുതൽ ഇതുപോലുള്ള വലിയ ആഘോഷ പ്രവർത്തനങ്ങളോ സമ്പർക്ക പ്രവർത്തനങ്ങളോ ഉണ്ടായി വന്നിട്ടുള്ളത്? അതായത് അടിയന്തരാവസ്ഥ 1977 പിൻവലിച്ചു. അതിനുശേഷം സംഘത്തിൻ്റെ പ്രവർത്തനം കേരളത്തിൽ വളരെയധികം വ്യാപകമാവാൻ തുടങ്ങി. ശരിക്കും ആ ഒരു 3-4 വർഷം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പോൾ ആ സമയത്താണ് 1981 മീനാക്ഷിപുരം സംഭവം. അതായത് തമിഴ്നാട്ടിൽ തിരുനെൽവേലി ജില്ല, ആ ജില്ലയിൽ മീനാക്ഷിപുരം എന്ന സ്ഥലത്ത് ഏകദേശം 1000-ഓളം ഹിന്ദുക്കൾ കൂട്ടത്തോടെ മതം മാറി. അതൊരു വലിയ വാർത്തയായിരുന്നു. അത് പാർലമെൻറ്റിലൊക്കെ ചർച്ചാ വിഷയമായി, ഭാരതം മുഴുവൻ ചർച്ചാ വിഷയമായി. എനിക്ക് തോന്നുന്നു ഈ മതപരിവർത്തനത്തെ പറ്റി ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടത് ആ സമയത്താണ്. അപ്പോൾ ആ സമയത്ത് സംഘം ഒരു വലിയ സമ്പർക്ക യജ്ഞം ഭാരതം മുഴുവൻ നടത്തി. അതിൻ്റെ പേരാണ് രാഷ്ട്രജാഗരണ യജ്ഞം. അതിൻ്റെ കേരളത്തിൽ നടന്നത് 1981 അവസാനം 82 ആദ്യം ആണ്. കൃത്യം ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. അതിനുശേഷമാണ് 82 ഏപ്രിൽ 4 നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ മാറ്റിമറിച്ച വിശാല ഹിന്ദു സമ്മേളനം നടന്നത്. അപ്പോൾ ഈ 81 അവസാനം നടന്ന രാഷ്ട്രജാഗരണ യജ്ഞം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിനുവേണ്ടി വളരെ മനോഹരമായൊരു സാഹിത്യം തയ്യാറാക്കി. അതായത് ഒരു അഖണ്ഡ ഭാരതത്തിൻ്റെ ഔട്ട്ലൈനുള്ള ഒരു ലഘുലേഖ, അതിൽ നമ്മുടെ സംസ്കൃതി, നമ്മുടെ സംസ്കാരം, അതിനെപ്പറ്റിയൊക്കെ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു കവിത അച്ചടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അത് ഉള്ളൂരിൻ്റെ ആണെന്ന് എൻ്റെ ഓർമ്മ. കരയേണ്ട മാതൃഭൂവിൻ കമനിയാം വബുസെന്ന് ഇരുതുണ്ട് മുറിപ്പെട്ട് കിടപ്പുതെങ്കൽ, അങ്ങനെ തുടങ്ങുന്ന ഒരു ശ്ലോകം അതിൽ അച്ചടിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, അതിൻ്റെ കൂടെ ചില കൂപ്പണുകൾ ഉണ്ടായിരുന്നു. 10 രൂപ, 50 രൂപ, 100 രൂപ കൂപ്പണുകൾ. കാരണം അന്ന് രാഷ്ട്രരക്ഷാനിധി, അതായത് ഈ മതപരിവർത്തനത്തിനൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തിക സമാഹരണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുവേണ്ടി രാഷ്ട്രരക്ഷാനിധി ഇതിൻ്റെ കൂടെ ശേഖരിക്കണമെന്ന് നിശ്ചയിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒരു 15-16 വയസ്സ് പ്രായമുള്ളൂ. ഞാൻ എറണാകുളത്താണെന്ന്. എറണാകുളത്ത് ഞാൻ പോയിക്കൊണ്ടിരുന്ന ശാഖ നമ്മുടെ കനകദാമോദർ ഓഡിറ്റോറിയം, അതിൻ്റെ മുൻപിലുള്ള വിഘ്നേശ്വർ ശാഖ. പിന്നെ അന്ന് ടൗണിൽ ശാഖകൾ വളരെ ശക്തമായിരുന്നു. ഗണേശ് ശാഖ, അത് നരേന്ദ്ര ശാഖ, ഈ വിഘ്നേശ്വർ ശാഖ, തിലക് ശാഖ, അങ്ങനെ അന്ന് ആ പേരുകളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു സമ്പർക്കമുണ്ട്, അതിനുവേണ്ടി എല്ലാവരും തയ്യാറായി വരണം. ഒരു ഞായറാഴ്ച രാവിലെയാണ് സമ്പർക്കം തുടങ്ങുന്നത്. അന്ന് TD റോഡിലുള്ള നമ്മുടെ നരേന്ദ്ര ശാഖയുടെ അടുത്തുള്ള ഒരു ചെറിയ ഹാളിലാണ് എല്ലാ നോർത്ത് കൺട്രിയിലെ എല്ലാ സ്വയംസേവരും ഒത്തുകൂടിയിട്ട് രാവിലെ മുതൽ സമ്പർക്കത്തിന് പോകണം. ഒരു 8 മണിക്കാണ് ഒത്തുകൂടിയത്. അന്ന് ജില്ലാ പ്രചാരക, ഇവിടുത്തെ മഹാനഗര പ്രചാരക ഗോപാൽജി ആയിരുന്നു, തിരുവനന്തപുരത്തുള്ള ഗോപാൽജി. അതുപോലെ തന്നെ ഇവിടുത്തെ സച്ചിചേട്ടൻ ഞങ്ങൾ വളരെ സ്നേഹപൂർവ്വം വിളിക്കുന്ന സച്ചിചേട്ടനായിരുന്നു നോർത്ത് ഖണ്ഡിൻ്റെ ചുമതല. മഹാദേവൻ ചേട്ടൻ നമ്മുടെ സംഖ്യാലക, അദ്ദേഹം നോർത്ത് ഖണ്ഡിൻ്റെ കാര്യവാഹമായിരുന്നു. ഏതായാലും എല്ലാവരും ഒന്നിച്ചു കൂടിയിട്ട് അന്ന് ബാച്ചുകളായിട്ട് തിരിച്ചിട്ട് എല്ലാവരും സമ്പർക്കത്തിന് പോയി. അപ്പോൾ സമ്പർക്കത്തിന് പോകുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, അതിൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് തന്നിരുന്നു. ആരുമായിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെടരുത്, കഴിയുന്നതും വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് സംസാരിക്കാനായിട്ടുള്ള ഇടം തേടണം, അങ്ങനെ നമ്മുടെ ഈ ലഘുലേഖ അവർ കൊടുക്കണം, മൊത്തത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കണം എന്നൊക്കെ എനിക്കന്ന് ഓർമ്മയുണ്ട്. അപ്പോൾ ഞങ്ങളതനുസരിച്ച് പോയത് നമ്മുടെ
ചിറ്റൂർ റോഡിൻ്റെ നോർത്ത് ഭാഗത്ത് പരമാര അമ്പലത്തിൻ്റെ ഭാഗത്തൊക്കെയാണ്. ഇപ്പം ഞാൻ ഇവിടെ സേവാഭാരതിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന പ്രദീപ്, പിന്നെ ഒരു ദാസൻ, അങ്ങനെ കുറച്ച് സ്വയംസേവരുണ്ടായിരുന്നു. ഈ സമ്പർക്കം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞങ്ങളുടെ ശാഖയിൽ, വിഘ്നേശ്വർ ശാഖയിൽ സാങ്കിക്കുണ്ട്, ഈ സമ്പർക്കത്തിന് പോയ എല്ലാവരും ഒന്നിച്ച് കൂടണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സമ്പർക്കത്തിന് അന്നാണ് ആദ്യമായിട്ട് സമ്പർക്കത്തിന് പോണത്. അപ്പോൾ നമ്മൾ ഈ ലഘുലേഖ കൊണ്ട് വീടുകളിൽ പോയി, ചില വീടുകളിലൊക്കെ നല്ല സ്വീകരണം ലഭിച്ചു, ചില വീടുകളിലൊന്നും അത്ര നല്ല സ്വീകരണം അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഒരു കേൾക്കാൻ തയ്യാറായി. അപൂർവം ചില വീടുകളിൽ നമുക്ക് പൈസ തന്നു. ഏതായാലും എൻ്റെ ഒന്ന് ഓർമ്മ, അന്ന് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏകദേശം ഒരു 70ഓളം വീടുകളിൽ പോയെന്നാണ്. അതിലൊരു 1/3 വീടുകളിൽ അവർ ഇരുന്ന് നമ്മളോട് നന്നായിട്ട് സംസാരിച്ചു. അപൂർവം ചില വീടുകളിൽ മാത്രം വീടിൻ്റെ പുറത്ത് നിന്ന് സംസാരിക്കേണ്ടി വന്നു എന്നാണ്. പക്ഷെ അതിൽ എടുത്തു പറയത്തക്ക ചില ആൾക്കാർ നമുക്ക് വളരെ അനുഭവപൂർവ്വം നമ്മളോട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും ഈ ലഘുലേഖ ഒരു താല്പര്യത്തോടുകൂടി വാങ്ങുകയും അതുപോലെ തന്നെ മീനാക്ഷിപുരത്ത് നടന്ന മതമാരത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് തന്നെ ഇങ്ങോട്ട് അവർ പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്തു. നമ്മൾ ഉണരേണ്ട സമയം എന്നൊക്കെ പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഏതായാലും അത് അതിഗംഭീരമായിട്ട് ആ സമ്പർക്കം നടന്നു. അതിനുശേഷം തുടർച്ചയായിട്ട് ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ, അതായത് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 5 മണി മുതൽ രാത്രി 7:30 വരെ ഞങ്ങൾക്ക് നിശ്ചയിച്ച ഏരിയ, അതായത് ഈ TD റോഡിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, അതുപോലെ തന്നെ ചിറ്റൂർ റോഡിൻ്റെ ഭാഗങ്ങൾ, അയ്യപ്പന് മുമ്പുള്ള കുറേ ഭാഗങ്ങൾ, പരമാര അമ്പലത്തിന് ചുറ്റുമുള്ള കുറേ പ്രദേശങ്ങൾ. അന്ന് ഇതേപോലെ ഫ്ലാറ്റുകളൊന്നും വ്യാപകമല്ല, വീടുകളാണ് വ്യാപകം. പിന്നെ അപൂർവം ചില ഓഫീസുകളിലൊക്കെ ഞങ്ങൾ പോയിരുന്നു. ഓഫീസുകളിലൊക്കെ പോയപ്പോൾ അവർ പല സ്ഥലത്തും നമുക്ക് സംഭാവനയൊക്കെ തന്നിരുന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ച്, അതൊക്കെ ഇപ്പോൾ നമുക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷമാണ് 82 ഏപ്രിൽ 4 അതിഗംഭീരമായിട്ടുള്ള വിശാലക സമ്മേളനം നടന്നത്. അന്ന് ആ സമയത്ത് സംഘം എറണാകുളത്ത് ആളുകൾക്ക് പരിചയമാണോ? അത് പരിചയപ്പെടുത്തേണ്ടി വരാറുണ്ടോ? അതേ ആളുകൾക്ക് അറിയാം? മിക്കവാറും എല്ലാവർക്കും സംഘത്തെപ്പറ്റി അറിയാം. കാരണം അവർ റൂട്ട് മാർച്ച്, അതുപോലെ തന്നെ പരിപാടികൾ. പിന്നെ അന്ന് ഏതായാലും അന്ന് TD ഭാഗത്ത്, ഈ ഭാഗത്താണ് ഞാൻ പോയത്. ഇവിടെ ഈ സമ്പർക്കശേഷി നല്ല രീതിയിൽ സ്വാഭാവികമായിട്ടുള്ള സമ്പർക്കം നടക്കുന്ന ഒരു സമയമാണ്, ശാഖകൾ നടക്കുന്ന സമയമാണ്, സാംഘികൾ നടക്കുന്ന സമയമാണ്. സ്വാഭാവികമായിട്ടൊന്ന് ഞായറാഴ്ചയൊക്കെ സ്വയംസേവി വീടുകളിൽ നിന്ന് തന്നെ ട്രൗസറൊക്കെ ധരിച്ച് സൈക്കിളിലും നടന്നും സാംഘിക്കിനൊക്കെ വരുന്ന സ്വഭാവം ഉള്ളതായിട്ട് ഞാൻ ഓർക്കുന്നു. ഞാനന്ന് താമസിച്ചിരുന്ന പുല്ലേപ്പടി ഭാഗത്താണ്. ഈ പുല്ലേപ്പടി ഭാഗത്ത് ഞങ്ങൾ വിഘ്നേശ്വര ശാഖയിലേക്ക് വരുന്നത് വീട്ടിൽ നിന്ന് തന്നെ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ട്രൗസറൊക്കെ ധരിച്ചാണ് വരുന്നത്. അപൂർവ സമയത്ത് നമ്മൾ ദണ്ഡയായിട്ട് പോലും വരാറുണ്ട്. പക്ഷെ അത് സ്വാഭാവികമായിട്ടാണ് ജനങ്ങൾ അത് കാണാറുള്ളത്, അസ്വാഭാവികമായിട്ടൊന്നും കാണാറില്ല. നമ്മൾ അത് സാംഘികനൊക്കെ ഉത്സാഹപൂർവ്വം പങ്കെടുക്കും. അന്ന് ഞായറാഴ്ച സാംഘികൾ വളരെ പ്രസിദ്ധമായിരുന്നു. കാരണം ഒരു വിഘ്നേശ്വര ശാഖയായാലും നരേന്ദ്ര ശാഖയായാലും പ്രഭാത സാംഘികളെ സംബന്ധിച്ച് രാവിലെ ഒരു 6 മണിക്ക് ആരംഭിക്കും. ഒരു 60-70 പേര്, 2, 3, 4 ഗടകളൊക്കെ ഉണ്ടാവാറുണ്ടെന്ന്. ഈ വിശാല ഹിന്ദു സമ്മേളനം വലിയൊരു ചലനമാണല്ലോ കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആ ഭാഗത്ത് ആ സമയത്തും സംഘം അതിന് വേണ്ടിയിട്ടൊരു സമ്പർക്കം പരിപാടി ആസൂത്രണം ചെയ്തിരുന്നോ? അങ്ങനെ വിശാല സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് ശരിക്കും ഈ രാഷ്ട്രജാഗരണ യത്നം നടത്തിയത്. അതിനുശേഷമാണ് അതിൻ്റെ ഓരോ കാര്യങ്ങൾ ആരംഭിച്ചത്. അതിനുശേഷം അതായത് ചില ചിഹ്നങ്ങൾ കേരളത്തിൽ ഈ വിശാല സമ്മേളനത്തോടുകൂടി വ്യാപകമായി. അതായത് ഒന്ന് കാവ്യമുണ്ട്, പിന്നെ ഓം, ധാരാളം സ്റ്റിക്കറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്ന് പ്രചരിപ്പിച്ചിരുന്നു. അതായത് അത്യാവേശപൂർവ്വമാണ് സ്വയംസേവരും അതുപോലെ ജനങ്ങളും അതിനെ സ്വാഗതം ചെയ്തത്. ഒരു നമ്മുടെ സംഘപ്രവർത്തനത്തിന് അന്ന് വരെ ഇല്ലാത്തൊരു പുതിയ മാനം ബഹുജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് നമുക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ വിശാല സമ്മേളനം കഴിഞ്ഞ് നല്ല രീതിയിൽ പല സ്ഥലത്തും പുതിയ സ്ഥലങ്ങളിൽ ധാരാളം ശാഖ തുടങ്ങാൻ സാധിച്ചു എന്നൊക്കെ ആ ഓർമ്മയൊക്കെ നമുക്ക് ഇപ്പോഴും ഉണ്ട്. ഈ വാച്ചിലൊക്കെ ഒട്ടിക്കുന്ന ഒരു സ്റ്റിക്കർ, ഓം സ്റ്റിക്കറൊക്കെ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. ചെറിയ സെൻറ്ററിലൊക്കെ ഒട്ടിക്കുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ചില സ്റ്റിക്കറുകളൊക്കെ ഉണ്ടായിരുന്നു. വാച്ചുകളിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കർ, അതുപോലെ നമ്മുടെ വീടിൻ്റെ മുന്നിൽ മുൻപായി ഡോർ സില്ലിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കറുകൾ, അതേപോലെ തന്നെ കാവ്യമുണ്ട് ഒക്കെ വ്യാപകമാകാൻ തുടങ്ങി. പിന്നെ സ്വയംസേവി കാവ്യമുണ്ട് മാത്രം ധരിച്ച് ബൈഠക്കിനൊക്കെ വരുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അന്ന് ഉണ്ടായിരുന്ന ഒരു പ്രചാരകർ, ഇനി കാവ്യമുണ്ട് ധരിച്ച് വരണ്ട, വെള്ളമുണ്ട് ധരിച്ച് വന്നാൽ മതി. കാരണം കാവ്യമുണ്ടിന് വ്യാപകമായി. അപ്പോൾ കാവ്യമുണ്ട് നമ്മൾ മംഗളവസ്ത്രം ധരിച്ച് വരേണ്ട പരിപാടിക്ക് പോലും കാവ്യമുണ്ട് ഒരു ലൈസൻസായിട്ട് സ്വയംസേവി കരുതി. അപ്പോൾ വെള്ളമുണ്ട് ധരിച്ച് വരുന്ന സമയത്ത് അത് തന്നെ ധരിച്ച് വരണമല്ലോ, ഒരു സാന്ദർഭികമായിട്ട് ഓർക്കാണ്.